വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ സ്റ്റുഡിയോ മലയാളം. ISL ലീഗ് വട്ട മത്സരങ്ങളൊക്കെ ഏപ്രിൽ 15 ഈ മാസം അവസാനിക്കാനിരിക്കുകയാണ്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം ഇന്നലെ അവസാനിച്ചു. ഹൈദരാബാദിനെതിരെ 1-3 ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു. കൃത്യമായ ട്രെയിനിങ് ഒന്നുമില്ലാതെയായിരുന്നു ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയിരുന്നത്, എന്നിട്ട് പോലും വിജയിച്ചു. ലീഗിൽ ഒരു ഹോം മത്സരം പോലും വിജയിക്കാനാവാതെയാണ് ഹൈദരാബാദ് തോൽക്കുന്നത്. ഒരു ഹോം മത്സരം പോലും വിജയിക്കാനായിട്ടില്ല. ആകെ ഒരു മത്സരം വിജയിച്ചിട്ടുള്ളത് ചെന്നൈയിൻ FCക്കെതിരെയാണ് ഹൈദരാബാദ് വിജയിച്ചത്. ഏതായാലും ഹൈദരാബാദിന് മറ്റൊരു തോൽവി. ബ്ലാസ്റ്റേഴ്സിന് ഈ ജനുവരിക്ക് ശേഷം റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ള രണ്ടാമത്തെ വിജയം മാത്രം. ലാസ്റ്റ് 5 മാച്ചിലെ ആദ്യ വിജയവും കൂടിയാണ് ബ്ലാസ്റ്റേഴ്സ് നേടിയെടുത്തത്. ലീഗ് ഘട്ടത്തിൽ ബ്ലാസ്റ്റേഴ്സ് തുടക്കം വിജയിച്ചു, അവസാനവും വിജയിച്ചു. ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് അതൊരു ചെറിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. പ്ലേ ഓഫ് കളിക്കുന്നതിന് മുമ്പ് ബ്ലാസ്റ്റേഴ്സിന് ഒരു വിജയം നേടിക്കൊണ്ട് പ്ലേ ഓഫിലേക്ക് കടക്കാൻ സാധിക്കുന്നത് അത് ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു നേട്ടം തന്നെയാണ്. അതുപോലെ തന്നെ 5ാം സ്ഥാനത്ത് തുടർന്നുകൊണ്ട് തന്നെ 33 പോയിൻറ്റുമായി തുടർന്നുകൊണ്ട് +1 ഗോൾ ഡിഫറൻസുമായി തുടർന്നുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിക്കുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ്. ചെന്നൈയിൻ FCക്ക് അതിന് മുകളിൽ കടക്കാനാകില്ല. ചെന്നൈയിൻ FCക്ക് അടുത്ത മത്സരം വിജയിച്ചാൽ തന്നെ 30 പോയിൻ്റേ ആവുള്ളൂ. ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ 33 പോയിൻ്റ് ഉണ്ട്. ഏതായാലും 4ാം സ്ഥാനക്കാരുമായിട്ടായിരിക്കും ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. അത് ഒഡീഷയോ ഗോവയോ എന്നുള്ളതാണ് ചോദ്യചിഹ്നം. കാരണം അവർക്ക് ഇരു ടീമുകളും ഓരോ മത്സരം വീതമുണ്ട്. ഇന്ന് ഒഡീഷ നോർത്ത് ഈസ്റ്റിനെ നേരിടുന്നുണ്ട്. പിന്നെ ഗോവ ഒരു മത്സരം കൂടി കളിക്കാനുണ്ട്. ആ മത്സരം കൂടി കഴിഞ്ഞാൽ നമുക്ക് വിധി നിർണ്ണയിക്കാനാകുകയുള്ളൂ. ഏതായാലും ഷീൽഡ് ഇതുവരെ നൽകിയിട്ടില്ല. ഷീൽഡിന് വേണ്ടി മുംബൈയും മോഹൻ ബഗാനുമാണ്. അവർ നേർക്കുനേരാണ് ലീഗ് ഘട്ടത്തിലെ അവസാന മത്സരം 15-ാം തീയതി കളിക്കുന്നത്. അവരിൽ ആര് വിജയിക്കുന്നോ അല്ലെങ്കിൽ മുംബൈക്ക് ഒരു സമനില മതി ഷീൽഡ് നേടാനായി. ആര് നേടുമൊക്കെ കണ്ടു തന്നെ അറിയണം. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് ഇന്നലൊരു വിജയം നേടാൻ സാധിച്ചു. അതൊരു വിഷു കൈനീട്ടമായി ആരാധകർക്ക് കരുതാം. അതുപോലെ തന്നെ ഇന്നലെ അഡ്രിയാൻ ലൂണയുടെ ബർത്ത്ഡേ ആയിരുന്നു. അഡ്രിയാൻ ലൂണയ്ക്ക് ഒരു സമ്മാനം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് നൽകിയത്. ഫെഡോർ ചിർണിച്ചിനൊക്കെ ഇന്നലെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സ്കോർ ചെയ്തത് 2 മലയാളി താരങ്ങൾ, യുവതാരങ്ങൾ. ആദ്യ ഗോളായിരുന്നു താരങ്ങളുടേത്. അതെല്ലാം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം തന്നെയാണ്. കാരണം കൃത്യമായ ഒരു ട്രെയിനിങ് ഒന്നുമില്ലാതെ ആണ് ബ്ലാസ്റ്റേഴ്സ് വരുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് എന്നിട്ട് പോലും വിജയിക്കാൻ സാധിച്ചു, അത് വലിയൊരു കാര്യം തന്നെയാണ്. ഏതായാലും ദിമിത്രിയോസിന് പരിക്കുണ്ട് എന്നാണ് പറയാൻ സാധിക്കുന്നത്. പ്ലേ ഓഫിൽ കളിക്കുമോ ഇല്ലയോ എന്ന് അറിയില്ല. അതുപോലെ തന്നെ അഡ്രിയാൻ ലൂണയുടെ കാര്യം ഇന്നത്തേത് കളിക്കുമോ എന്നൊക്കെ കാര്യം കണ്ടു തന്നെ അറിയാം. എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ നോട്ടിഫിക്കേഷൻ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കണം. മറ്റു വീഡിയോ കണ്ടുകൂട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യുക.